എല്ലാവർക്കും നമസ്കാരം. നാമരാമായണത്തിലെ കിഷ്കിന്ധാകാന്ഡം 5 നാമങ്ങൾ കൊണ്ട് വായിച്ചു തീർക്കാം. ഹനുമത് സേവിത നിജപദ രാമ നദസുഗ്രീവാഭീഷ്ടദ രാമ ഗർവിത ബാലി സംഹാരക രാമ വാനരദൂത പ്രേഷക രാമ ഹിതകര ലക്ഷ്മണ സംയുത രാമ. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നമ്മളുടെ ശക്തിയെക്കുറിച്ചോ നമ്മളുടെ കഴിവിനെക്കുറിച്ചോ ബോധ്യമില്ലാതെ ഇരിക്കുന്ന ചില അവസരങ്ങളുണ്ടാകാം. അങ്ങനെ വരുന്ന അവസരങ്ങളിൽ ഒരു കൂട്ടുകാരനോ ഒരു ഗുരുനാഥനോ ആരെങ്കിലും ഒരു മുതിർന്ന വ്യക്തിയോ നമ്മളെ ഒന്ന് പ്രചോദിപ്പിക്കാൻ അടുത്തുണ്ടായാൽ നമ്മൾക്ക് പെട്ടെന്നൊരു ആവേശം വരികയും നമ്മൾ വിചാരിച്ച കാര്യം ചെയ്തു തുടങ്ങാൻ ഒരു പ്രചോദനമാവുകയും ചെയ്യും. അങ്ങനെയാണ് ശ്രീ ജാമ്പവാൻ്റെ പ്രേരണയിൽ ഹനുമാനും മറഞ്ഞു കിടന്നിരുന്ന തൻ്റെ കഴിവിനെ ഉണർത്തിയെടുത്ത് തനിക്ക് ഇത്രയും ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കി എളുപ്പം സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി ലങ്കാലക്ഷ്മിയെ പോലും അടിച്ചു വീഴ്ത്തി ഗോപുരത്തിനകത്ത് കടന്ന് അശോകവനിയിലെത്തി സീതാദേവി ഇരിക്കുന്ന മരച്ചുവട്ടിൽ വന്ന് സീതയെ ആരും കാണാതെ മരത്തിന് മുകളിൽ കയറി പറ്റിയിരിക്കുകയാണ്. താഴെ നടക്കുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് രാമായണത്തിലേക്ക്. തൻ്റെ സ്വാമി പത്നിയുടെ ചുറ്റും ഭീകരരൂപം കൊണ്ട് ഇരിക്കുന്ന രാക്ഷസ സ്ത്രീകളെയാണ് ഹനുമാൻ കാണുന്നത്. വികാരപരവശനായി തീർന്ന ഹനുമാൻ ഇപ്രകാരം ചിന്തിച്ചു: സുഗ്രീവന് രാജ്യവും ഐശ്വര്യവും സിദ്ധിച്ചത് ഈ സീതാദേവി കാരണമാണ്. ഞാൻ സമുദ്രം ചാടിക്കടന്ന് ഇവിടെ വന്നെത്തിയതും ദേവിക്ക് വേണ്ടിയാണ്. ദേവിയുമായി താരതമ്യപ്പെടുത്തിയാൽ ത്രിലോകം പോലും തുച്ഛം തന്നെ. അങ്ങനെയുള്ള ദേവി രാക്ഷസികളുടെ അധീനതയിലായി എന്തൊരു കഷ്ടമാണിത്. രാജകീയ സുഖങ്ങൾ കൈവിടിഞ്ഞ് ഭർത്താവിനോടുകൂടി കാട് കയറിയവൾ, ഭർത്തൃശുശ്രൂഷയിൽ മാത്രം സർവ്വസൗഖ്യങ്ങളും കാണുന്നവൾ, യാതൊരു ദുഃഖവും അനുഭവിക്കാൻ പാടില്ലാത്തവൾ. അങ്ങനെയുള്ള ദേവി ഇതാ എന്തൊരു സങ്കടങ്ങൾ നേരിടുന്നു. ഭർത്താവിൻ്റെ സാമീപ്യം മാത്രം ആശിച്ച് ജീവിച്ചിരിക്കുകയാണ് ദേവി. ശ്രീരാമലക്ഷ്മണന്മാർ സംരക്ഷിച്ചിരുന്ന ദേവി ഇന്ന് രാക്ഷസികളുടെ അധീനതയിലായിരിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും മനസ്സാ നമസ്കരിച്ചുകൊണ്ടും താനിനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഗാഠമായി ചിന്തിച്ചുകൊണ്ടും തനിക്ക് ചുറ്റും നടക്കുന്നതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് ഹനുമാൻ ഇരുൾമരത്തിൻ്റെ മുകളിൽ ഇലച്ചാർത്തുകളുടെ മറവിലിരുന്ന് യാമങ്ങൾ കഴിച്ചു. വേദജ്ഞന്മാരായ ബ്രഹ്മരക്ഷസുകൾ സ്ഫുടതയോടുകൂടി വേദോച്ചാരണം ആരംഭിച്ചത് ശ്രവണപുടങ്ങളിൽ പതിച്ചപ്പോൾ ബ്രാഹ്മമുഹൂർത്തമായി എന്ന് അനുമാനിക്കുവാൻ വിജ്ഞാനസമ്പന്നനായ ഹനുമാന് ഒരു പ്രയാസവും ഉണ്ടായില്ല. സ്വാമിനിയുടെ അപഹർത്താവും സ്വാമിയുടെ ബദ്ധശത്രുവുമായ ലങ്കേശ്വരനെ താമസിയാതെ താഴത്തുഭാഗത്ത് കാണുമെന്ന് ഹനുമാൻ അപ്പോൾ സ്വപ്നേബി അറിഞ്ഞിരുന്നില്ല. രാവണൻ ഉറക്കമുണർന്ന ഉടനെ മനക്കണ്ണിന് മുമ്പിൽ തെളിഞ്ഞു വരുന്നത് അത്ഭുതകാന്തി പ്രസരിക്കുന്ന സീതാസ്വരൂപമായിരുന്നു. കാന്തത്താൽ ആകർഷിക്കപ്പെടുന്ന ഇരുമ്പെന്ന പോലെ സീതയുടെ സൗന്ദര്യാതിരേകത്തിന് അടിമപ്പെട്ടിരുന്ന ആ കാമാതുരൻ കഴിയുന്നത്ര വേഗത്തിൽ വർണ്ണശോഭങ്ങളായ വിശിഷ്ട വസ്ത്രങ്ങളും അനർഘങ്ങളായ ആഭരണജാലങ്ങളും ധരിച്ച് കൊട്ടാരത്തിൽ നിന്ന് അശോകവനികയിലേക്ക് പുറപ്പെടുകയായി. ദശഗ്രീവ പത്നിമാർ ഉൾപ്പെടെയുള്ള അങ്കനാമണികളുടെ അകമ്പടി കൂടിയായപ്പോൾ ആ യാത്ര ആഡംബരപൂർണമായ ഒരു ഘോഷയാത്ര പോലെയായി. അവരിൽ ചിലർ കാഞ്ചനദീപങ്ങൾ പിടിക്കുകയും മറ്റു ചിലർ വെഞ്ചാമരങ്ങൾ വീശുകയും വേറെ ചിലർ ആലവട്ടങ്ങൾ കയ്യിലേന്തുകയും ചെയ്തു. തങ്ങളുടെ സ്വാമിയായ ലങ്കാധിപതിയെ അനുഗമിച്ച് ഘോഷയാത്ര ശിംശപാവൃക്ഷ ചുവട്ടിലെത്തി നിന്നപ്പോൾ രാവണൻ ഓരോ മുഖഭാവവും ഓരോ ചേഷ്ടയും കാണുവാനും ഓരോ വാക്കും കേൾക്കുവാനും കഴിയുന്ന വിധത്തിൽ വൃക്ഷശാഖയിൽ മറിഞ്ഞിരിപ്പായി. ഭാവനകളാവുന്ന വിശിഷ്ടഹയങ്ങളെ പൂട്ടിയ മനസ്സാകുന്ന സ്വർണരഥത്തിൽ ആരൂഢമായി ഭർത്തൃസമീപത്തിലെത്തി അവിടെ തന്നെ കഴിഞ്ഞുകൂടുന്ന സീത ഇതൊക്കെ കണ്ട് അന്ധാളിച്ചുപോയി. തന്നെ ബലപ്രയോഗത്താൽ ഭർത്താവിൽ നിന്ന് അകറ്റിയ പരമദുഷ്ടൻ തൊട്ടുമുമ്പിൽ നിലകൊള്ളുന്നത് കണ്ടപ്പോൾ അവർ ഭയന്നുപോയി. രാവണന്റെ വിചാരങ്ങളും വികാരങ്ങളും വാക്കുകളുടെ രൂപം പൂണ്ടു. സീതേ, നീ എന്തിനാണ് എന്നെ ഭയപ്പെടുന്നത്? ഞാൻ നിന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. നീ എൻ്റെ ഹൃദയേശ്വരിയാകണമെന്ന് താഴ്മയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പരസ്ത്രീകളെ അപഹരിക്കുക എന്നത് രാക്ഷസന്മാരുടെ ധർമ്മത്തിന് വിരുദ്ധമല്ല. ഞങ്ങൾക്ക് ബലാത്സംഗവും മറ്റും നിഷിദ്ധാചാരങ്ങളുമല്ല.
എന്നിരുന്നാലും നിന്റെ സമ്മതം കൂടാതെ ഞാൻ നിന്നെ ഒന്ന് തൊടുക പോലും ചെയ്യുകയില്ല. നിന്റെ സമ്മതം ലഭിക്കുന്നതിനായി ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം. സർവ്വസൗഖ്യങ്ങളും നിനക്ക് അധീനമായിരിക്കുന്ന സ്ഥിതിക്ക് നീ എന്തിന് അഴുക്ക് പിടിച്ച വസ്ത്രമെടുക്കുകയും വെറും നിലത്ത് കിടക്കുകയും ചെയ്യുന്നു? ദിവ്യാഭരണങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, വിശിഷ്ടഭോജ്യങ്ങൾ, സ്വർണ്ണപര്യങ്കങ്ങൾ മുതലായവ എന്നിൽ നിന്ന് സ്വീകരിക്കൂ. ബ്രഹ്മദേവൻ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് സൃഷ്ടിച്ച സൗന്ദര്യധാമമാണ് നീ. നിന്നോട് ഉപമിക്കാവുന്ന യാതൊന്നും ഞാൻ ഒരിടത്തും കാണുന്നില്ല. നിന്നിൽ നിന്ന് എൻ്റെ കണ്ണുകളെയോ മനസ്സിനെയോ പിൻവലിക്കുവാൻ എനിക്ക് ഈ ജന്മം സാധിക്കുകയില്ല. നീ എന്നിൽ കരുണ കാണിക്കണം. ഞാൻ നിന്നെ എൻ്റെ പട്ടമഹിഷിയാക്കും. എൻ്റെ പത്നി മണ്ഡോദരിയും എൻ്റെ സിംഹാസനവും ഞാൻ തന്നെയും നിനക്ക് അധീനമായിരിക്കും. ഇപ്പറഞ്ഞൊന്നും കേൾക്കാത്ത മാതിരി മറ്റൊരു വശം തിരിഞ്ഞിരിക്കുന്ന സീത ഒരക്ഷരം ഉരിയാടിയില്ലെങ്കിലും രാവണൻ തുടർന്ന് സംസാരിച്ചു. ഭദ്രേ, എന്നെ എതിർക്കുവാൻ ധൈര്യപ്പെടുന്ന യാതൊരുവനും ത്രിലോകങ്ങളിലില്ല. ഞാൻ ഭൂലോകം മുഴുവനും നിന്റെ പിതാവായ ജനക മഹാരാജാവിന് സമർപ്പിക്കുവാൻ സന്നദ്ധനാണ്. രാമൻ്റെ അവസ്ഥ എന്താണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അവൻ കാട്ടിൽ കഴിഞ്ഞ് മരുവരിയെടുത്ത് വെറും നിലത്ത് കിടന്നുറങ്ങുന്നവനാണ്. നിന്നെ അവൻ ഇനിയൊരിക്കലും കാണുകയില്ല. അക്കാര്യം ഞാൻ നിന്നോട് തീർത്തു പറയുകയാണ്. നീ എൻ്റെ പത്നിയായി ലങ്കാരാജ്ഞിയായി സർവ്വസുഖങ്ങളും അനുഭവിക്കൂ. എല്ലാം കണ്ടും കേട്ടും നിശ്ചലനും നിശബ്ദനുമായി മരമുകളിൽ മറിഞ്ഞിരിക്കുന്ന ഹനുമാൻ അനന്തര നടപടികൾ എന്തായിരിക്കുമെന്ന് ആകാംക്ഷയോടുകൂടെ ഉറ്റുനോക്കിയും ചെവി കൂർപ്പിച്ചും ഇരിപ്പായി. താപകോപങ്ങൾക്ക് വശംവതിയായിരുന്ന പതിവ്രതാരത്നമായ ശ്രീരാമപത്നി രാവണനോട് അഭിമുഖമായി സംസാരിക്കുന്നതിന് പകരം ഏറ്റവും നിസ്സാരമായി കരുതപ്പെടാറുള്ള ഒരു പുൽക്കൊടി നുള്ളിയിട്ട് അതിനെ നോക്കി അതിലൂടെ മറുപടി പറഞ്ഞു. ഹേ രാവണ, നിന്റെ മനസ്സ് എന്നേക്കുമായി വിട്ടുമാറുന്നതാണ് നിനക്ക് നല്ലത്. അന്യപുരുഷന്റെ ഭാര്യയെ അധർമ്മത്തിൽ നിന്ന് രക്ഷിക്കുക രാജധർമ്മമാണെന്ന് നീ അറിയാത്തത് അത്ഭുതം തന്നെ. നിന്റെ പത്നിമാരെ മറ്റൊരുവൻ കാമിക്കുന്നത് നിനക്കിഷ്ടമാകുമോ? നിന്റെ രാജ്യമായ ഈ ലങ്ക നിന്റെ തെറ്റുമൂലം നശിക്കുകയുള്ളൂ. ആഭരണങ്ങളാലും പട്ടുവസ്ത്രങ്ങളാലും മറ്റും എന്നെ പ്രലോഭിപ്പിക്കുന്നത് നിഷ്ഫലമാണ്. ബ്രഹ്മദേവാദികൾ പോലും പ്രാർത്ഥിക്കുന്ന വിശ്വേശ്വരനാണ് എൻ്റെ ഭർത്താവ്. അദ്ദേഹം വിധിപ്രകാരം പരിഗ്രഹിച്ചവളാണ് ഞാൻ. നിനക്ക് ജീവിതം നിലനിർത്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹത്തോടുള്ള ശത്രുത അവസാനിപ്പിക്കണം. പരമകാരുണികനും ശരണാഗത വത്സലനുമാണ് അദ്ദേഹം. എല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതെ നിൽക്കുന്ന രാവണന് ഉപദേശവും അതിനെ തുടർന്ന് ഭീഷണിയും നൽകുവാൻ സീത ഒരുക്കമായി. ഹേ രാക്ഷസരാജാവേ, എൻ്റെ ഭർത്താവിനെ തിരിച്ചേൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ് നിനക്ക് കരണീയമായിട്ടുള്ളത്. അല്ലാത്ത പക്ഷം നീ നാശഗർത്തത്തിൽ വീഴുകയേ ഉള്ളൂ. ഒരു പക്ഷേ ദേവേന്ദ്രൻ്റെയും കാലൻ്റെയും ആയുധങ്ങളെ തടുക്കുവാൻ നിനക്ക് കഴിഞ്ഞെന്ന് വരും. പക്ഷേ ശ്രീരാമബാണത്തിൻ്റെ ശക്തി ഒന്ന് വേറെ തന്നെയാണ്. അത് നിന്റെ മരണത്തിന് കാരണമാകും. ശ്രീരാമലക്ഷ്മണന്മാരെ നേരിടാൻ ഭയപ്പെട്ടിരുന്ന നീ അവരില്ലാത്ത തക്കം നോക്കി എന്നെ അപഹരിച്ച് ഭീരുവല്ലേ? എൻ്റെ പ്രാണനാഥനും അനുജനും ഇവിടെ വന്നെത്തി നിന്നെയും നിന്റെ വംശത്തെയും ഒടുക്കും. നീ ഏത് ലോകത്തിൽ പോയി ഒളിച്ചിരുന്നാലും ശരി, നിനക്ക് രാമബാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഈ വാക്കുകൾ ജനിപ്പിച്ച കോപം പണിപ്പെട്ട് അടക്കിക്കൊണ്ട് രാവണൻ പറഞ്ഞു. സീതേ, ഞാൻ നിന്നോട് പ്രിയം പറയുമ്പോൾ നീ എന്നോട് അപ്രിയം പറയുകയാണ്. നിയന്ത്രണം വിട്ടോടുന്ന അശ്വങ്ങളെ നിലയ്ക്ക് നിർത്തുന്ന തേരാളിയെപ്പോലെ ഞാൻ എൻ്റെ കോപം ഒതുക്കുകയാണ്. നീ എൻ്റെ സ്നേഹത്തെ തിരസ്കരിക്കുകയാണെങ്കിലും നിന്നോട് പക വീട്ടാൻ ഞാനിപ്പോൾ തുനിയുന്നില്ല. ആട്ടെ, ഞാൻ നിനക്ക് 2 മാസത്തെ കാലാവധി തരികയാണ്. അത്രയും കാലം ഞാൻ ക്ഷമിച്ചിരിക്കാം. അതിനുള്ളിൽ നീ എൻ്റെ ഭാര്യയാകാൻ സമ്മതിച്ചില്ലെന്നിരിക്കട്ടെ, ഞാൻ നിന്നെ കൊന്നു തിന്നും. എന്നിട്ടും സീതയ്ക്ക് തെല്ലുപോലും ചാഞ്ചല്യമുണ്ടായില്ല. രാവണ, നിന്റെ നന്മ കാക്ഷിക്കുന്ന ഒരുവനെങ്കിലും ലങ്കയിലുണ്ടായിരുന്നെങ്കിൽ നിന്റെ ഈ ദ്രോഹപ്രവൃത്തിയിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കുമായിരുന്നു. ശ്രീരാമൻ്റെ സഹധർമ്മിണിയായ എന്നെ നീയല്ലാതെ മറ്റാരെങ്കിലും ആഗ്രഹിക്കുമോ? നിന്റെ പാപം എവിടെ പോയാൽ എന്തു ചെയ്താൽ അവസാനിക്കും? ഭീരുവായി നിനക്ക് ലജ്ജയില്ലെന്നോ? നിന്റെ കണ്ണുകൾ എന്നെ നോക്കുമ്പോൾ എന്തുകൊണ്ട് അടർന്നു വീഴുന്നില്ല? നിന്റെ നാവ് എന്നോട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് കഷ്ണങ്ങളായി മുറിയുന്നില്ല? ശ്രീരാമനിൽ നിന്ന് എന്നെ വേർപെടുത്താൻ നിനക്കൊരിക്കലും സാധിക്കുകയില്ല. നീ പെരുങ്കള്ളനെ പോലെ എന്നെ അപഹരിച്ചത് നിന്റെ മരണത്തിന് ഈശ്വരൻ നിർദ്ദേശിച്ച വഴിയാണെന്ന് ഓർമ്മിച്ചോളൂ. സീത ഒരു വിധത്തിലും തനിക്ക് വശകയാകുന്നില്ലെന്ന് കണ്ട് രാവണൻ അവസാനമായി കാവൽക്കാരികളായ രാക്ഷസികൾക്ക് ഒരാജ്ഞ നൽകി അവരെ പ്രത്യേകം വിളിച്ചു മാറ്റി നിർത്തിയിട്ട്, നിങ്ങൾ ചതുരുപായങ്ങളിൽ ആദ്യത്തെ 3 സാമവും ദാനവും ഭേദവും സീതയോട് വേണ്ടത്ര പ്രയോഗിക്കണം. 4-ാമത്തേതായ ദണ്ഡം വേണ്ടി വന്നാൽ പ്രയോഗിക്കുമെന്ന് ഭാവിക്കുകയും വേണം. അവൾ എന്നിൽ അനുരക്തയാവാൻ വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്യണം. രാവണനെ അശോകവനത്തിലേക്ക് അനുഗമിച്ചിരുന്ന കാമിനിമാരിൽ ഒരുവളായ ധന്യമാലിനി പറഞ്ഞു, തമ്പുരാനെ, അവിടുന്നോ രാക്ഷസേശ്വരനും ലങ്കാധിപനും, ഈ സീതയോ വെറും ഒരു മനുഷ്യസ്ത്രീയും. പോരെങ്കിൽ ഇവൾ സദാ ദുഃഖിച്ചിരിക്കുകയുമാണ്. അങ്ങേക്ക് ഒരു വിധത്തിലും ഇവളെ കൊണ്ട് സന്തോഷമുണ്ടാവുകയില്ല.
അങ്ങയോട് ഒന്നിച്ച് സൗഖ്യം അനുഭവിക്കാനുള്ള ഭാഗ്യം ബ്രഹ്മദേവൻ ഇവൾക്ക് വിധിച്ചിട്ടില്ല. തന്നെ സ്നേഹിക്കാത്ത സ്ത്രീയെ കാമിക്കുന്ന പുരുഷന് ഒരിക്കലും സുഖമുണ്ടാവുകയില്ല. അത്രയും പറഞ്ഞ ധന്യമാലിനി രാവണനെ അശോകവനത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും മറ്റുള്ളവർ ഇരുവരുടെയും പുറകെ കൂടുകയും ചെയ്തു. രാവണശല്യം തൽക്കാലത്തേക്ക് ഒഴിഞ്ഞെന്ന് കരുതിയ സീതയ്ക്ക് ഉടനെ തന്നെ രാക്ഷസികളിൽ നിന്ന് മറ്റൊരു തരത്തിലുള്ള ശല്യമുണ്ടായി. അവരിൽ ഒരുവളായ ഏകജട പറഞ്ഞു, സീതയെ, പുലസ്ത്യ മഹർഷിയുടെ പൗത്രനും വിശ്രവസിന്റെ പുത്രനുമാണ് മഹാപരാക്രമിയായ രാവണരാജാവ്. അദ്ദേഹത്തിന്റെ പത്നിയായിരിക്കാൻ എല്ലാവിധത്തിലും അർഹതയുള്ളവളാണ് നീ. എൻ്റെ ഉപദേശമനുസരിച്ച് നീ പ്രവർത്തിക്കണം. ഹരിജട എന്നവൾ, ശരിയാണ് ഏകജട പറഞ്ഞത്. നിശാചരേന്ദ്രനായ രാവണന്റെ ഭാര്യയാവാൻ നിനക്ക് യോഗ്യതയുണ്ട്, തീർച്ച. പ്രഖസ എന്നവൾ പറഞ്ഞു, അമിതശക്തനും മഹാവീരനുമാണ് രാവണ മഹാരാജാവ്. അദ്ദേഹത്തിൻ്റെ പത്നിയായ മണ്ഡോദരി സുന്ദരികളിൽ സുന്ദരിയാണ്. ആ രാജ്ഞിയെ കൂടി ഉപേക്ഷിച്ചിട്ടാണ് രാവണ രാജാവ് നിന്നെ സമീപിച്ചിരിക്കുന്നത്. നിന്നോടുള്ള സ്നേഹാധിക്യമാണ് അതിന് കാരണം. അക്കാര്യം നീ മനസ്സിലാക്കണം. വികട എന്നവൾ പറഞ്ഞു, ദേവന്മാർ, ഗന്ധർവന്മാർ തുടങ്ങിയ എല്ലാ അമാനുഷവർഗക്കാരെയും തോൽപ്പിച്ചിട്ടുള്ള മഹാവീരനാണ് ഞങ്ങളുടെ രാവണ രാജാവ്. അദ്ദേഹമാണ് നിന്നോട് പ്രേമാഭ്യർത്ഥന ചെയ്യുന്നത്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പത്നിയാവാൻ വിസമ്മതിക്കുന്ന നീ മോശക്കാരി തന്നെ. ദുർമുഖി എന്നവൾ പറയുന്നു, സീതയെ, ലങ്കയിൽ സൂര്യൻ ചൂടുള്ള രശ്മികൾ ചൊരിയാറില്ല, കാറ്റ് വേഗതയോടുകൂടി വീശാറില്ല. അങ്ങനെയുള്ള രാജ്യത്തിൻ്റെ അധിപനായ രാവണ രാജാവിൻ്റെ ഭാര്യയാകാൻ എന്തുകൊണ്ട് നീ സന്തോഷിക്കുന്നില്ല? അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞാൽ പിന്നെ നീ ജീവിച്ചിരിക്കുകയില്ല. മറ്റു പല രാക്ഷസികളും അവരുടേതായ ഉപദേശങ്ങൾ നൽകുകയും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. സീത സഹിക്കെട്ട് പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നുകൊള്ളുവൻ. ഞാൻ എന്ത് വന്നാലും നിങ്ങളെ അനുസരിക്കുകയില്ല. സജീദേവിക്ക് ദേവേന്ദ്രനും അരുന്ധതിക്ക് വസിഷ്ഠ മഹർഷിയും ലോപാമുദ്രയ്ക്ക് അഗസ്ത്യ മഹർഷിയും എപ്രകാരമാണോ അപ്രകാരമാണ് എനിക്ക് എൻ്റെ ഭർത്താവായ ശ്രീരാമൻ. ക്രൂര രാക്ഷസികളുടെ പീഡനം കൊണ്ടും ഭർത്തൃവിരഹ ദുഃഖത്തിന്റെ തീവ്രത കൊണ്ടും തന്റെ ദുരവസ്ഥയിലെ നിസ്സഹായത കൊണ്ടും അസഹനീയമായ മനോവേദന അനുഭവിക്കുന്ന സീതയുടെ ചിന്തകൾ പല വഴിക്കും പോയി. ആവശ്യത്തിൽ കൂടുതൽ ഭാരം കയറ്റിയ കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് സമുദ്രത്തിൽ താഴുന്നതുപോലെ പുണ്യം നശിച്ച ഞാനിതാ നശിക്കാൻ പോവുകയാണ്. എൻ്റെ പ്രാണനാഥനെ ഇനി ഒരിക്കലും ഞാൻ കാണുകയില്ല എന്നായിരിക്കുമോ വിധിമതം? ഇമ്മാതിരി ദുഃഖം അനുഭവിക്കുവാൻ മുജ്ജന്മത്തിൽ എന്ത് പാപമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? എൻ്റെ ഹൃദയം കരിങ്കല്ല് പോലെ കഠിനമായിരിക്കണം. അല്ലാത്ത പക്ഷം അത് നുറുങ്ങാതിരിക്കുന്നത് എങ്ങനെ? എന്തായാലും ശരി, എൻ്റെ ഇടതുകാലിൻ്റെ പെരുവിരൽ കൊണ്ട് പോലും ഞാൻ പരമദുഷ്ടനായ രാവണനെ സ്പർശിക്കുകയില്ല. ഒരുപക്ഷെ ഖരദൂഷണ തൃശിരസുകളെയും അവരുടെ രാക്ഷസ ഭടന്മാരെയും ഏകനായി കൊന്നൊടുക്കിയ എൻ്റെ ഭർത്താവ് എന്നെ വീണ്ടെടുക്കുവാൻ പരിശ്രമിക്കുന്നില്ല എന്ന് വരുമോ? ഇല്ല, ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. ലങ്കയിലാണ് താനെന്ന് അദ്ദേഹത്തിനെ അറിയിക്കാൻ കഴിവുള്ള ഏക വ്യക്തിയായ ജടായുവിനെ രാവണൻ വധിച്ചു കളഞ്ഞുവല്ലോ. ഞാൻ ഇവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ എൻ്റെ ഭർത്താവ് ലക്ഷ്മണനോട് കൂടി വന്നെത്തുകയും എന്നെ അപഹരിച്ച രാവണനെ നിഗ്രഹിക്കുകയും രാക്ഷസ രാജ്യത്തെ ശ്മശാനഭൂമിയാക്കുകയും ചെയ്യും. അതോ ആത്മജ്ഞാനിയായ അദ്ദേഹം വിരക്തനായി തീർന്നതിൻ്റെ ഫലമായി എന്നെ അന്വേഷിക്കാതിരിക്കുകയാണോ? പക്ഷേ ഒരിക്കലും അങ്ങനെ വരികയില്ല. കാലം മാറുന്നതിനൊപ്പം മാറുന്ന സ്നേഹമല്ല അദ്ദേഹത്തിനുള്ളത്. ഇനി ഞാൻ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തെ ദേഷ്യപ്പെടുത്തുകയോ വെറുപ്പിക്കുകയോ ചെയ്തിരിക്കുമോ? ഏതായാലും അദ്ദേഹത്തെ പിരിഞ്ഞിരിക്കുന്നതിനേക്കാൾ ഭേദമാണ് മരണം. ഇമ്മാതിരി വിചാരധാരകൾ മനസ്സിലുയർന്നുകൊണ്ടിരിക്കുന്ന സീതയെ ശകാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന രാക്ഷസികളെ ധർമ്മിഷ്ഠയും സുശീലയും വൃദ്ധയുമായ ത്രിജട ശാസിച്ചു. നിങ്ങൾ സീതാദേവിയെ ഉപദ്രവിക്കരുത്. ഞാൻ കണ്ട ഒരു സ്വപ്നം എന്തെന്ന് നിങ്ങൾ അറിയുക തന്നെ വേണം. ശ്രീരാമലക്ഷ്മണന്മാർ ലങ്കയിലേക്ക് വന്ന് സീതയോടുകൂടി പുഷ്പക വിമാനത്തിൽ കയറി സ്വരാജ്യത്തിലേക്ക് മടങ്ങിപ്പോയി. രാവണരാജാവാകട്ടെ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് ദേഹത്ത് എണ്ണ തേച്ച് ശിരസ് മുണ്ടനം ചെയ്ത് എരിക്കിൻ പൂമാലയിട്ട് തെക്കോട്ട് യാത്രയായി. വിഭീഷണൻ വെൺകൊറ്റക്കുട പിടിച്ച് സിംഹാസനത്തിൽ ഇരിക്കുകയായി. ശ്രീരാമൻ സീതയെ വീണ്ടെടുക്കുമെന്നും രാവണരാജാവ് മരിക്കുമെന്നുമാണ് ഞാൻ കണ്ട സ്വപ്നത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന. നിങ്ങൾ സീതയെ ശകാരിക്കുന്നതിന് പകരം മാപ്പ് ചോദിക്കുവാൻ. യാമങ്ങൾ ഇഴഞ്ഞു നീങ്ങി. പകൽ രാത്രിയിൽ വിലയം പൂണ്ടതിനു ശേഷം രാക്ഷസ സ്ത്രീകൾ നിദ്രാവശകളായപ്പോൾ ആത്മഹത്യ എന്ന കഠോരകൃത്യം അനുഷ്ഠിച്ചാൽ എന്ത് എന്നായി സീതയുടെ ആലോചന. ജീവൻ വെടിഞ്ഞും പാതിവൃത്യം സംരക്ഷിക്കുക എന്നതാണ് സ്ത്രീധർമ്മം. തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന കാലാവധി കഴിഞ്ഞാൽ ഉടൻ തന്നെ രാവണൻ വധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനു മുമ്പ് ഇപ്പോൾ തന്നെ പ്രാണൻ കളയുന്നതാണ് എല്ലാം കൊണ്ടും നല്ലതെന്ന നിഗമനത്തിൽ എത്തിച്ചേർന്ന സീതയുടെ മനസ്സ് അല്പനേരത്തേക്ക് ശ്രീരാമനിൽ, ലക്ഷ്മണനിൽ, അമ്മമാരായ കൗസല്യയിൽ, കൈകേയിയിൽ, സുമിത്രയിൽ പറ്റിക്കൂടി. വളരെ വിഷമിച്ച് ആ മനസ്സിനെ അവരിൽ നിന്ന് പിൻവലിച്ചപ്പോൾ അത് താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആത്മഹത്യയിൽ കേന്ദ്രീകരിച്ചു. പാദങ്ങളോളം നീണ്ടുകിടക്കുന്ന സ്നിഗ്ധകോമളമായ കേശപാശത്തെ തന്നെ മരണപാശമാക്കാമെന്ന് നിശ്ചയിച്ച് സീത എഴുന്നേറ്റ് ചാഞ്ഞുകിടക്കുന്ന ഒരു ശിംശുപാവൃക്ഷ ശാഖയിൽ പിടിച്ചു.
എന്നാൽ തത്സമയം ഇടത് കണ്ണും ഇടത് കൈയും മിടിച്ചതുകൊണ്ട് അടുത്തു തന്നെ ഭർത്തൃസമാഗമം ഉണ്ടാകുമെന്നും ബോധ്യപ്പെട്ട് ആത്മഹത്യാ സംരംഭത്തിൽ നിന്ന് പിൻവാങ്ങി. താഴെ നടക്കുന്ന സകല സംഭവങ്ങൾക്കും സാക്ഷിയായി, എന്നാൽ തൻ്റെ സാന്നിധ്യമുണ്ടെന്ന് മറ്റാരും അറിയാതിരിക്കാനുള്ള എല്ലാ കരുതലും എടുത്ത് മുകളിലിരിക്കുന്ന ഹനുമാൻ ഏത് രീതിയിലാണ് എന്തൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഗാഢമായി ചിന്തിക്കുകയായിരുന്നു. അനേക ലക്ഷം വാനരന്മാരാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതെങ്കിലും സീതാദേവിയുടെ ദർശന പുണ്യം ലഭിച്ചിരിക്കുന്നത് എനിക്കാണ്. താൻ സ്വാമിനിയായും മാതാവായും സങ്കല്പിച്ചു കഴിഞ്ഞിരിക്കുന്ന ശ്രീരാമപത്നിയെ സമാശ്വസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെങ്കിലും അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഹനുമാൻ ആലോചന തുടങ്ങി. ഒടുവിൽ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ട് സ്വാമി ഭക്തന്മാരിൽ അഗ്രേസരനായ ആ വാനരശ്രേഷ്ഠൻ മറഞ്ഞിരുന്നു കൊണ്ട് തന്നെ മധുരസ്ഫുടമായ വാക്യങ്ങളിൽ ശ്രീരാമൻ്റെ അതുവരെയുള്ള ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ സംക്ഷേപിച്ച് വർണ്ണിച്ചു. ഒടുവിൽ ആ വർണ്ണന ഇങ്ങനെ അവസാനിച്ചു: ദേവിയെ അന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുന്ന നിരവധി വാനരന്മാരിൽ ഒരുവനായ ഞാൻ 100 യോജന വീതിയുള്ള സമുദ്രം ചാടിക്കടന്ന് ഇതായി ലങ്കയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ദേവിയുടെ രൂപവും ഗുണവും എല്ലാം ശ്രീരാമസ്വാമി പറഞ്ഞു തന്നിട്ടുണ്ട്. അവയെല്ലാം ഒത്തിണങ്ങിയ ദേവിയെ ഞാനിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ശ്രീരാമചരിത സംഗ്രഹം കർണാമൃതം പോലെ കേൾക്കപ്പെടുന്നത് മുകളിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയ സീത മരത്തിലേക്ക് കണ്ണുകളുയർത്തിയപ്പോൾ കണ്ടത് ഇലകൾക്കിടയിലിരിക്കുന്ന അഞ്ജലീബദ്ധനായ ഒരു വാനരനെയായിരുന്നു. ഞാനിപ്പോൾ കേൾക്കുന്നതും കാണുന്നതുമൊക്കെ സ്വപ്നമോ മതഭ്രാന്തിയോ മനോരാജ്യമോ എന്നൊക്കെ സീത ആദ്യം സംശയിച്ചുവെങ്കിലും ഒടുവിൽ യാഥാർത്ഥ്യം തന്നെയെന്ന് ബോധ്യമായപ്പോൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു: ബ്രഹ്മദേവനും ബൃഹസ്പതിക്കും ദേവേന്ദ്രനും അഗ്നിദേവനും മറ്റു ദേവന്മാർക്കും നമസ്കാരം. ഈ വാനരൻ പറയുന്നത് മുഴുവൻ സത്യമായിരിക്കാൻ ഇടവരുത്തണമേ. അത് കേട്ട് ഹനുമാൻ താനിരിക്കുന്ന വൃക്ഷശാഖയിൽ നിന്ന് വേഗത്തിൽ നിലത്തിറങ്ങി സീതയുടെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് എഴുന്നേറ്റ് കൈകൂപ്പി നിൽപ്പായി. സീതയാണ് എന്ന് സീതയിൽ നിന്ന് തന്നെ സ്ഥിരീകരണം സംശയാതീതമായി ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ഹനുമാൻ ചോദിച്ചു. സഹസ്രതലപത്രത്തിൽ നിന്ന് ജലബിന്ദുക്കൾ എന്ന പോലെ വിശാല നേത്രങ്ങളിൽ നിന്ന് ബാഷ്പമൊഴുക്കുന്ന അവിടുന്ന് ആരാണ്? ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ഭൂമിയിൽ പതിച്ച രോഹിണി നക്ഷത്രമോ, വസിഷ്ഠ മഹർഷിയുടെ പതിവ്രതയായ പത്നി അരുന്ധതിയോ, മറ്റേതെങ്കിലും ദേവാംഗനയോ ആരെന്ന് എന്നോട് പറയാൻ ദയവുണ്ടാകണം. ശ്രീരാമപത്നിയും ജനകരാജപുത്രിയുമായ സീത തന്നെയാണ് ഞാൻ. ദേവി, ശ്രീരാമസ്വാമി അവിടത്തേക്കായി തന്നയച്ച സന്ദേശവുമായി വന്നിരിക്കുന്ന ഞാൻ ദൂതനാണ്. ശ്രീരാമസ്വാമി അവിടത്തേക്ക് കുശലമിരളിയിരിക്കുന്നു. ദുഃഖസന്തപ്തനായ ലക്ഷ്മണൻ നമസ്കാരവും അറിയിക്കുന്നു. എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. മായാപ്രയോഗത്തിൽ വാനരരൂപം ധരിച്ചു വന്നിരിക്കുന്ന രാവണനാണോ നീ? അതേയെങ്കിൽ അതൊരിക്കലും നിനക്ക് നല്ലതിനല്ല. ക്ഷീണിച്ചും വ്യസനിച്ചും ഇരിക്കുന്ന എന്നെ ഇനിയും കഷ്ടപ്പെടുത്തരുത്. ഞാൻ രാവണനല്ല, ശ്രീരാമദൂതനായ ഹനുമാനാണ്. രാവണൻ അവൻ്റെ ദുഷ്കൃത്യങ്ങൾക്കുള്ള ശിക്ഷ താമസിയാതെ അനുഭവിക്കും. അവിടത്തോടുള്ള വേർപാട് കൊണ്ടുള്ള ദുഃഖം ശ്രീരാമസ്വാമിയെ വല്ലാതെ പീഡിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹായികളായി സുഗ്രീവനും വാനരസേനയുമുണ്ട്. അവർക്ക് ലങ്കാപ്രവേശം സുസാധ്യമാണ്. അവിടുന്ന് എന്നെക്കുറിച്ചുള്ള സംശയം ഉപേക്ഷിക്കണം. ഹനുമാൻ, എവിടെ വെച്ചാണ് എങ്ങനെയാണ് അങ്ങേക്ക് ശ്രീരാമനുമായി സമ്പർക്കമുണ്ടായത്? ദേവി, ശ്രീരാമനും ലക്ഷ്മണനും അവിടുത്തെ അന്വേഷിച്ച് നടക്കുന്നതിനിടയ്ക്ക് ഋഷ്യമുഖാചലത്തിൽ എത്താനിടയായി. അവിടെ വെച്ച് സുഗ്രീവനെയും എന്നെയും കണ്ടുമുട്ടി. രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് ആഭരണങ്ങൾ താഴത്തേക്കിട്ടുവല്ലോ. അവ ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത് ശ്രീരാമനെ കാണിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുപോയി. അവിടത്തെ കാണാത്തതുകൊണ്ട് അദ്ദേഹം ശോകാഗ്നിയിൽ വെന്തുരുകുകയാണ്. അദ്ദേഹം ബാലിയെ നിഗ്രഹിച്ച് സുഗ്രീവനെ കിഷ്കിന്ധാധിപനാക്കി. കൃതജ്ഞനായ സുഗ്രീവൻ അവിടത്തെ അന്വേഷിക്കുന്നതിനായി എണ്ണമറ്റ വാനരന്മാരെ 4 ദിക്കിലേക്കും നിയോഗിച്ചു. അവരിലൊന്നായി ഞാൻ ഇവിടെ എത്തുകയും ചെയ്തു. അത്രയും പറഞ്ഞ് ശ്രീരാമൻ ഏൽപ്പിച്ചിരുന്നതും ശ്രീരാമനാമാങ്കിതവുമായ അങ്കുലിയത്തെ ഹനുമാൻ അടയാളമെന്ന നിലയിൽ അതിയായ ഭക്തി ആദരങ്ങളോടെ സീതയ്ക്ക് നൽകി. ആ അമൂല്യാഭരണത്തെ തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ സീതയുടെ ഹൃദയത്തിൽ പരമാഹ്ലാദം തിരയടിക്കുകയും പ്രിയതമൻ ഇപ്പോൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന പ്രതീതി ഉളവാക്കുകയും ചെയ്തു. ഹനുമാൻ, അങ്ങയുടെ പരാക്രമവും സാമർഥ്യവും അതിശനീയം തന്നെ. രാവണൻ എന്നെ ഇവിടേക്ക് അപഹരിച്ചു കൊണ്ടുവന്നിട്ട് മാസം 10 കഴിഞ്ഞു. ഇനി 2 മാസത്തെ കാലാവധി മാത്രമേ അവൻ എനിക്ക് തന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ തീർച്ചയായും എന്നെ കൊല്ലും. അത് പറഞ്ഞപ്പോൾ സീതയുടെ കണ്ണുകളിൽ നിന്ന് ചൂടുജലം പ്രവഹിച്ചു തുടങ്ങി. വികാരതരളിതനായ ഹനുമാൻ പറഞ്ഞു: ദേവി, ഞാൻ അവിടുത്തെ ഇവിടുന്ന് ശ്രീരാമ സവിധത്തിലേക്ക് കൊണ്ടുപോകാം. അതിനുള്ള കരുത്ത് എനിക്കുണ്ട്. അവിടുന്ന് എൻ്റെ ചുമലിൽ ഇരുന്നാൽ മതിയാകും. ഞാൻ തനിയെ ഇവിടേക്ക് ചാടിയെത്തിയതുപോലെ അവിടുത്തെയും വഹിച്ചുകൊണ്ട് സമുദ്രത്തിൻ്റെ മറുകരയിലേക്ക് ചാടിക്കൊള്ളാം. ആ പരിപാടി സീതയ്ക്ക് സമ്മതമായിരുന്നില്ല.
ഹനുമാൻ എതിരിടുന്ന എല്ലാ രാക്ഷസന്മാരെയും കാലനൂർ കയക്കാനുള്ള കരുത്ത് അങ്ങേക്കുണ്ടായിരിക്കാം. അങ്ങനെയായാലും ശ്രീരാമൻ ശത്രു സംഹാരത്തിന് അസമർത്ഥനാണെന്ന് അപഖ്യാതി പരക്കാനിടയുണ്ട്. ശ്രീരാമൻ ഇവിടേക്ക് വന്ന് രാവണനെയും അനുയായികളെയും നശിപ്പിച്ച് എന്നെ കൊണ്ടുപോവുകയാണ് വേണ്ടത്. ആട്ടെ, എനിക്കൊരു സംശയമില്ലാതില്ല. ഇത്ര ചെറിയ ശരീരമുള്ള അങ്ങേക്ക് എന്നെ എടുത്ത് സമുദ്രം ചാടിക്കിടക്കാൻ സാധിക്കുന്നത് എങ്ങനെ? ആ ചോദ്യം കേട്ട മാത്രയിൽ ഇച്ഛാനുസരണം സ്വശരീരം വലുതാക്കാനും ചെറുതാക്കാനും കഴിയുന്ന അപൂർവ സിദ്ധിയാൽ അനുഗ്രഹീതനായിരുന്ന ഹനുമാൻ ഞൊടിയിട കൊണ്ട് പർവ്വതാകാരനായി വളർന്നു നിൽക്കുകയായി. ആ മഹാവാനരൻ്റെ മഹാബലം നേരിട്ട് ബോധ്യമായപ്പോൾ സീതയ്ക്ക് അത്യധികമായ അഭിനന്ദനം തോന്നിയെങ്കിലും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതേസമയം തനിക്ക് ശ്രീരാമൻ അയച്ച അങ്കുലീയത്തിന് മറുപടിയായി അത്യന്തം രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു സംഭവത്തിൻ്റെ വിവരണം അടയാളവാക്യമെന്ന നിലയിൽ ഹനുമാനെ ഏൽപ്പിച്ചു. ആ അടയാളവാക്യം അതെങ്ങനെയാണ് പറഞ്ഞു കൊടുത്തതെന്ന് അടുത്ത ദിവസം.